പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിൽ തുടങ്ങി അനോമി വരെ 90 സിനിമകൾ. മലയാളത്തിൻ്റെ പ്രിയതാരം ഭാവന സിനിമയിലെത്തിയിട്ട് 23 വർഷമാവുകയാണ്. വേറിട്ട കഥാപാത്രവുമായി എത്തുന്നതിൻ്റെ പ്രതീക്ഷയിലാണ് ഭാവന. താൻ ചെയ്ത പല കഥാപാത്രങ്ങൾ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടെന്നും അത് ഓരോന്നായി ഓർത്തെടുത്ത് പറയുമ്പോൾ സന്തോഷമുണ്ടെന്നും ഭാവന ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അനോമിയിലൂടെ സാറയായി വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് പ്രിയപ്പെട്ട ഭാവന. 23 വർഷങ്ങൾക്കിടെ 90 സിനിമ ചെയ്ത നിറവിലാണ് ഭാവന. എന്നാൽ മുമ്പ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായതും അഭിനേതാവ് എന്ന നിലയിൽ വെല്ലുവിളി നിറഞ്ഞതുമായ കഥാപാത്രമാണ് സാറയെന്നും ഭാവന പറയുന്നു. ഞാൻ ചെയ്ത് വന്നിരുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് നോക്കുമ്പോൾ ഇത് എക്സ്ട്രീംലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ ഒരു ട്രാൻസിഷൻ ശരിക്കും അതിൽ മനസ്സിലാവും. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിലും കുറച്ച് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൊരു സിമിലാരിറ്റീസ് ഉണ്ടാവും. ഇതുപോലെ ഒരു ഹാപ്പി ഗോയിങ്, ഭയങ്കര ഒരു ബബ്ലി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ട്രേറ്റ്സ് ഒന്നുമില്ലാത്തൊരു ക്യാരക്ടറാണ് സാറ ഫിലിപ്പ്. ശരിക്കും അത് ഇപ്പോൾ ടീസർ കാണുമ്പോൾ തന്നെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ ജേണിയാണ് സാറയുടെ. തീർച്ചയായിട്ടും ഒരു ഡിഫറെൻറ്റ്, എനിക്ക് ആ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ കുറച്ച് തോന്നും. പക്ഷെ ഇത് ശരിക്കും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. സിനിമകൾ സജീവമായി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് സിനിമയുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അതൊന്നും അന്ന് തന്നെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഇനി എങ്ങനെയാണ് എന്ന് അറിയില്ലെന്നും ഭാവന പറയുന്നു. ചെയ്തു വെച്ച പല കഥാപാത്രങ്ങളും പ്രേക്ഷകർ ഇന്നും നെഞ്ചേറ്റുന്നു. അതേക്കുറിച്ച് അവർ സംസാരിക്കുന്നു. കാണുമ്പോഴെല്ലാം അത് ഓർത്തെടുത്ത് പറയുന്നത് വലിയ ഊർജം നൽകുന്നുവെന്നും ഭാവന. പരിമളം, ക്രോണിക് ബാച്ചിലർ, സ്വപ്നക്കൂട്, അല്ലെങ്കിൽ ചിന്താമണി, ചോട്ടാ മുംബൈ, അറബി ഒട്ടകം, ഹണി ബി, അങ്ങനെ ഹാപ്പി ഹസ്ബൻഡ്സ്, അങ്ങനെ നമ്മുടെ അടുത്ത് കാണുമ്പോൾ സംസാരിക്കുന്ന പടങ്ങളിൽ കുറേ പടങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈവൻ തമിഴിലാണെങ്കിൽ ഇപ്പോൾ ചിത്രം ബേസരി, ദീപാവലി, അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു നമ്മൾ ചെയ്ത് കുറേ കാലം കഴിഞ്ഞിട്ടും ആ പടത്തിൻ്റെ പിന്നെ നരൻ, കുറേ സിനിമകൾ വന്ന് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും മനസ്സിലാവുന്നത്. ഈവൻ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ആൾക്കാർ വന്ന് അതിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ പേര് പറയുമ്പോഴൊക്കെയാണ് നമുക്കും അതൊരു ഇപ്പോഴും ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ട് എന്നുള്ളത്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണത്. സ്വപ്നക്കൂട് എന്ന സിനിമയിൽ താൻ കടലിൽ വീണ് മരിക്കുന്ന രംഗത്തെക്കുറിച്ചും ഭാവന പറയുന്നു. പോണ്ടിച്ചേരിയിൽ പോകുന്നവർക്ക് ഇപ്പോൾ അവിടെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണെന്നും പലരും രസകരമായ റീലുകൾ അയച്ചു തരാറുണ്ടെന്നും ആ ഓർമ്മകൾ രസകരമാണെന്നും ഭാവന. നമുക്കിങ്ങനെ ടാഗുകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുമല്ലോ. ഇവിടെയാണ് സ്വപ്നക്കൂട് ഷൂട്ടിംഗ് നടന്നത്, ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത്, അങ്ങനെ കുറേ ആൾക്കാർ പോണ്ടിച്ചേരിയിൽ പോകുമ്പോൾ ഒരു സ്വപ്നക്കൂട് റീവിസിറ്റിംഗ് മസ്റ്റാണ്. ഇപ്പം കുറേ ആൾക്കാർ എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ സന്തോഷം തോന്നും. ഇൻസ്റ്റഗ്രാം മാത്രമാണ് ഉപയോഗിക്കുന്നത്, മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഒന്നുമില്ല എന്നും ഭാവന വ്യക്തമാക്കുന്നു. വെറുതെ ഇരിക്കാൻ ഏറെ ഇഷ്ടമെന്ന് പറയുമ്പോഴും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ് സന്തോഷമെന്നും ഭാവന. റീ ഇൻട്രൊഡ്യൂസിംഗ് ഭാവന എന്ന വിശേഷണത്തോടെ എത്തുന്ന സിനിമ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സ്വഭാവത്തിലാണ് എത്തുന്നത്. റഹ്മാനാണ് ഭാവനയ്ക്കൊപ്പം മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത്. വിഷ്ണു അഗസ്ത്യ, ബിനു പപ്പു, ഷെബിൻ ബെൻസൺ എന്നിവരും മറ്റു വേഷങ്ങളിലെത്തുന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് നവാഗതനായ റിയാസ് മാരാത്താണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.